السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനമുള്ള ജഡ്ജുകളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ പോകുന്നത് ലോകത്തെ അതിവേഗത്തിൽ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധി. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ടെക്നോളജിയുടെ കാലഘട്ടത്താണ്. ഒരു കാലത്ത് മനുഷ്യർക്ക് അസാധ്യമായി തോന്നിയ പല കാര്യങ്ങളും ഇന്ന് യാഥാർത്ഥ്യമായി കഴിഞ്ഞു. അതിൽ ഏറ്റവും വലിയ മാറ്റം കൊണ്ടുവന്ന ഒന്നാണ് AI. മനുഷ്യനെ പോലെ ചിന്തിക്കാനും പഠിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും കഴിയുന്ന സാങ്കേതിക അഥവാ കമ്പ്യൂട്ടർ സംവിധാനങ്ങളെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിലെ വോയിസ് അസിസ്റ്റ് മുതൽ ഗൂഗിൾ മാപ്പ്, അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ AIക്കുണ്ട്. സുഹൃത്തുക്കളെ, നമുക്കറിയാം AI ഗുണത്തെ കുറിച്ച്. AI ഗുണത്തിലേക്ക് കടന്നു നോക്കുകയാണെങ്കിൽ ആശുപത്രികളിലെ രോഗങ്ങൾ വളരെ വേഗത്തിൽ കണ്ടെത്താൻ AI സഹായിക്കുന്നുണ്ട്. മാത്രമല്ല, ഇനി വിദ്യാഭ്യാസ രംഗത്തേക്ക് ഇറങ്ങി വന്നാൽ അവിടെയും AI തന്നെയാണ്. വിദ്യാർത്ഥികൾക്ക് പഠനം വേഗത്തിൽ എളുപ്പമാക്കാൻ AI സഹായിക്കുന്നുണ്ട്. ഓൺലൈൻ ക്ലാസുകൾ, ഓട്ടോമാറ്റിക് ട്രാൻസ്ലേഷൻ, സ്മാർട്ട് ലേണിംഗ് ആപ്സ്, ഇതെല്ലാം വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. നമുക്കറിയാം, ഈ കൃഷി മേഖലയിലേക്ക് പോയാൽ അവിടെയും AI തന്നെയാണ് വലിയ സംവിധാനങ്ങളുമായി ഇറങ്ങിയിരിക്കുന്നത്. കാലാവസ്ഥ മനസ്സിലാക്കി കർഷകർക്ക് മുന്നറിയിപ്പ് നൽകാനും വിളകളുടെ രോഗങ്ങൾ കണ്ടെത്താനും AI ഉപയോഗിക്കുന്നുണ്ട്. ബാങ്ക് മേഖലയിലും ഓൺലൈൻ തട്ടിപ്പുകൾ കണ്ടെത്താനും AI വലിയ സഹായമാണ്. മാത്രമല്ല, ചിലപ്പോൾ മനുഷ്യർക്ക് അപകടകരമായ ജോലികൾ പോലും ഇന്ന് റോബോട്ടുകൾ ചെയ്യുകയാണ്. നമുക്കറിയാം, ബഹിരാകാശ ഗവേഷണത്തിലും ഫാക്ടറികളിലും ഇന്ന് AI പങ്ക് വളരെ വലുതാണ്. കൂട്ടുകാരെ, AIക്ക് ചില ഗുണങ്ങൾ മാത്രമല്ല, ചില ദോഷങ്ങളുമുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം സ്വകാര്യതയാണ്. ഇന്ന് നമ്മളുടെ വിവരങ്ങൾ പല ആപ്പുകൾ ശേഖരിക്കുന്നു. AIയെ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചാൽ അത് മനുഷ്യരുടെ സ്വകാര്യതയെ വെളിവാക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ഫേക്ക് വീഡിയോസ്, ഫേക്ക് ഫോട്ടോസ്, ഫേക്ക് വാർത്തകൾ എന്നിവയെ നിർമ്മിക്കാൻ ചിലർ AIയെ ദുരുപയോഗം ചെയ്യുന്നു. ഇതിൽ നിന്ന് മോക്ഷമാവാൻ AIയെ ആദ്യമായി ആശ്രയിക്കുകയാണെങ്കിൽ അത് മനുഷ്യരുടെ ചിന്തശേഷിയെ കുറക്കാൻ അത് സാധ്യമാകും. കാരണം ചെറിയ കുട്ടികൾ പോലും ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി AIയെ ആശ്രയിക്കുന്ന അവസ്ഥയാണ് ഇന്ന് വരുന്നത്. ഇതിങ്ങനെ നീണ്ടുപോയാൽ നമ്മുടെ ഭാവി തലമുറയുടെ സൃഷ്ടിപരതയെ തന്നെ അത് ബാധിച്ചേക്കാം. അതുകൊണ്ട് എല്ലാ സാങ്കേതിക വിദ്യകൾക്കും രണ്ട് വശങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി അതിലൊരു വശമാണ് കത്തി ഉപയോഗിച്ച് പച്ചക്കറി അരിയാനും ഒരാളെ പരുക്കേൽപ്പിക്കാനും കഴിയും. അതുപോലെ തന്നെയാണ് AIയും. അത് ഉപയോഗിക്കുന്ന മനുഷ്യരുടെ മനസ്സാണ് അതിന്റെ ഗുണവും ദോഷവും തീരുമാനിക്കുന്നത്. അതുകൊണ്ട് AIയെ ഭയക്കേണ്ടതില്ല, മറിച്ച് അതിനെ ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കുകയാണ് വേണ്ടത്. മനുഷ്യനെ സഹായിക്കാനാണ് സാങ്കേതിക വിദ്യ, അല്ലാതെ മനുഷ്യനെ മാറ്റി സ്ഥാപിക്കാനല്ല. നമുക്കറിയാം, ഞാനിത് അവസാനമായ ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. ബുദ്ധി ഉണരട്ടെ, പക്ഷേ മനസ്സുള്ള മനുഷ്യർ ഇല്ലാതാകരുത്. എന്റെ പ്രസംഗം ശ്രദ്ധയോടെ കേട്ട എല്ലാവർക്കും ശുക്രൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.